ഗർഭഗൃഹം ശിരഃ പ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളഞ്ചൈവ ബാഹുശ്ചൈവാർത്ഥമണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനുജംഘയോ ഗോപുരം ദേവപാദം സ്യാൽ യദ്യേതേ ലക്ഷണം ശുഭം ക്ഷേത്ര യാത്ര ക്ഷേത്രയാത്ര. നമസ്കാരം. ദൃശ്യമൊരുക്കുന്ന ക്ഷേത്രയാത്രയുടെ ഏറ്റവും പുതിയ ഖണ്ഡത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം പഞ്ചായത്തിൽ കൊണ്ടാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ്, അല്ലെങ്കിൽ തിരുമുമ്പിലാണ്. ക്ഷേത്രയാത്ര. ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിഗ്രഹാരാധനയെക്കുറിച്ച് ഒരു വാക്ക്. വിവേകാനന്ദന്റെ ഒരു അനുഭവ കഥയാണ് ഇതിനാധാരം. വിവേകാനന്ദൻ അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു രാജ്യത്ത് ചെല്ലുകയും അവിടുത്തെ രാജാവുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവിടുത്തെ രാജാവിന് വിഗ്രഹാരാധനയെക്കുറിച്ച് അങ്ങേയറ്റം പുച്ഛമുള്ള ആളായിരുന്നു, പുച്ഛത്തോടുകൂടി വീക്ഷിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ വിവേകാനന്ദനുമായിട്ട് ഈ കാര്യം സംസാരിച്ച് തർക്കിച്ചു കഴിഞ്ഞപ്പോൾ വിവേകാനന്ദൻ രാജാവിൻ്റെ തന്നെ ഒരു ഭൃത്തിനെ വിളിച്ച് രാജാവിൻ്റെ ഒരു ഛായാചിത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഈ ഛായാചിത്രം ഭൃത്യൻ കൊണ്ടുവന്നപ്പോൾ ഭൃത്യനോട് തന്നെ വിവേകാനന്ദൻ പറഞ്ഞത് ഈ ഛായാചിത്രത്തിലേക്ക് ഒന്ന് തുപ്പാനായിരുന്നു പറഞ്ഞത്. വീണ്ടും പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ ഭൃത്യൻ അതിന് തയ്യാറായില്ല. അതിൻ്റെ ബാക്കി മറുപടി അദ്ദേഹം രാജാവിനോട് പറയുകയാണ് ഉണ്ടായത്. നോക്കൂ, വെറും ക്യാൻവാസും പെയിന്റും മാത്രമല്ല അങ്ങയുടെ ഭൃത്യനും ഈ ചുറ്റും നിൽക്കുന്നവരും ആ ചിത്രത്തിൽ കാണുന്നത്, മറിച്ച് അങ്ങയെ തന്നെയാണ്. അതുതന്നെയാണ് വിഗ്രഹാരാധനയുടെ പ്രത്യേകതയും. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാത്തിടത്തോളം കാലം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ ഉപാധികളെ നമ്മൾ കണക്കാക്കി ആരാധിക്കേണ്ടതായി വരുന്നുണ്ട്. അല്ലെങ്കിൽ ദ്വൈതമായിട്ട് ഞാനും ഈശ്വരനും രണ്ടായിട്ട് എന്ന് കണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അതുതന്നെയാണ് വിഗ്രഹാരാധനയുടെ പ്രാധാന്യവും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 7 നൂറ്റാണ്ടോളം, അതായത് 700 വർഷത്തോളം പഴക്കമുള്ള കൊണ്ടാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക്. അപ്പോൾ നമുക്കറിയാം, മറ്റ് പല ക്ഷേത്രങ്ങളിലും ശാസ്താവിൻ്റെ പല ക്ഷേത്രങ്ങളിലും കണ്ടുവരാത്ത അത്യപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠാ സംവിധാനമാണ് ഇവിടെ നമുക്ക് കൊണ്ടാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലുള്ളത്. ശബരിമല പോലെയുള്ള പല ക്ഷേത്രങ്ങളിലും ശാസ്താവിനെ ബ്രഹ്മചാരിയായിട്ട് മാത്രം കണക്കാക്കി ആ സമ്പ്രദായത്തിലാണ് ആചരിച്ചു വരുന്നത്, നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശാസ്താവിനെ പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൂജാ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ധ്യാനമുണ്ട്. സ്നിഗ്ധാരാള വിസാരി കുന്തളഭരം സിംഹാസനാധ്യാസിനം
ഭൂർജൽ പത്ര സുക്ലപ്ത കുണ്ടലമധേ ശിശുവാസ ഭൃദ്ദോർദ്വയം നീലക്ഷൗമവസം നവീന ജലദശ്യാമം പ്രഭാ സത്യകസ്ഭായൽ പാർശ്വയുഗം സുരക്ത സകലാകൽപ്പം സ്മരേതാര്യം. ഇതിൻ്റെ അവസാന ഭാഗം എടുത്താൽ പ്രഭാ സത്യകസ്ഭായൽ പാർശ്വയുഗം സുരക്ത സകലാകൽപ്പം സ്മരേതാര്യം. പ്രഭയോടും സത്യകനോടും കൂടിയിരിക്കുന്ന ശ്രീ ആര്യകനെ അല്ലെങ്കിൽ ശാസ്താവിനെ ധ്യാനിക്കുന്നു എന്നാണ് സാധാരണയായിട്ടുള്ള പൂജാ സംവിധാനത്തിൽ ശാസ്താവിനെ ധ്യാനമെടുക്കാറ്. ഈ ധ്യാനത്തിന് ഏറ്റവും യോജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഷ്ഠാ സംവിധാനമാണ് കൊണ്ടാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനുള്ളത്. അപ്പോൾ പുത്രകളത്രാദികളോടുകൂടി ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുന്ന ശാസ്താവിൻ്റെ പ്രതിഷ്ഠാ സംവിധാനമാണ് കൊണ്ടാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലുള്ളത്. ശാസ്താവും പ്രഭയും ഒരു പീഠത്തിലും ഒന്ന് വിട്ടുമാറി മറ്റൊരു പീഠത്തിൽ സത്യകനും, അങ്ങനെയാണ് ഇവിടുത്തെ പീഠത്തിൽ പ്രതിഷ്ഠയുടെ ഒരു സംവിധാനമുള്ളത്. സാധാരണയായി ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന നീരാഞ്ജനം ഇവിടെ നടത്തുന്നത് ഒരു പ്രത്യേക ആചാരം അല്ലെങ്കിൽ പ്രത്യേക ഒരു സമ്പ്രദായ പ്രകാരമാണ്. അകത്ത് നമ്മൾ വഴിപാട് കഴിച്ചാൽ, നീരാഞ്ജനം കഴിച്ചാൽ അതിൻ്റെ ഒരു മുറി നാളികേരം, അത് കത്തിച്ച് വെച്ച നാളികേരം പ്രസാദമായിട്ട് പുറത്തേക്ക് കൊടുക്കുകയും അതുകൊണ്ട് 3 പ്രദക്ഷിണം വെച്ച് നടക്കൽ ചെന്ന് സമർപ്പിച്ച് പ്രസാദം അല്ലെങ്കിൽ ആ വഴിപാടിൻ്റെ പ്രസാദം വാങ്ങി പോവുകയുമാണ് ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു വിശേഷം നീരാഞ്ജനത്തിൻ്റെ. അതുകൂടാതെ തന്നെ എല്ലാ മാസത്തിലും 2ാമത്തെ ശനിയാഴ്ച ഇവിടെ വിശേഷാൽ ശനീശ്വര പൂജ നടത്തി വരുന്നുണ്ട്. വളരെ വിശേഷിച്ചാൽ ശനിയുടെ ദോഷങ്ങൾ മാറാനായിട്ട് ഏറ്റവും വിശേഷമായിട്ടുള്ള ക്രിയയാണ് ശനീശ്വര പൂജ. അങ്ങനെ എല്ലാ മാസത്തിലെയും 2ാമത്തെ ശനിയാഴ്ച ശനീശ്വര പൂജയും ഇവിടെ നടത്തി വരുന്നുണ്ട്. रूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्म संसार बन्धनात् विमुच्यते नमस्तस्मै विष्णवे प्रभविष्णवे नमः समस्तभूतानामादिभूताय भूभृते अनेकरूपरूपाय
ശാസ്താവ് എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം ശാസിക്കുന്ന തായ് അഥവാ മാതൃഭാവത്തോടു കൂടിയ ദേവൻ എന്നേ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ കൊണ്ടാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ശാസ്താവ്, പ്രഭാസത്യകൻ ഇവരെ കൂടാതെ ഉപദേവതകൾ ഗണപതി, മഹാവിഷ്ണു, രക്ഷസ്, സർപ്പം, അതുകൂടാതെ ശബരിമലയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു മാളികപ്പുറത്തിൻ്റെ സമ്പ്രദായം, ഒരു പ്രതിഷ്ഠാ സംവിധാനം കൂടി ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. ദുർഗയാണ് ഇവിടെ മൂർത്തിയായിട്ട് കരുതി മാളികപ്പുറത്ത് ഭഗവതിയായിട്ട് കണക്കാക്കി ആരാധിക്കുന്നത്. ആ പേര് പോലെ തന്നെ മാളികപ്പുറത്ത് 2ാം നിലയിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഏറ്റവും ദുരിതകാലമായിട്ട് കണക്കാക്കിയിരിക്കുന്ന ഒരു ദശാകാലമാണ് ശനിദശാകാലം, അല്ലെങ്കിൽ ശനിയുടെ അപഹാരം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിന് അരിഷ്ടശാന്തി ഉണ്ടാവാൻ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും വിശേഷമായിട്ട് കണക്കാക്കി വരുന്നത് ശാസ്താവിന് നീരാഞ്ജനം അല്ലെങ്കിൽ ശാസ്താവിന് എള്ളുപായസം, ഇങ്ങനെ ധർമ്മശാസ്താവിനുള്ള വഴിപാടുകളാണ് കൂടുതലായിട്ട് അർപ്പിച്ചു വരുന്നത്. ഈ ഞങ്ങളുടെ കൊണ്ടാട് ശ്രീധർമ്മ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഏതാണ്ട് 700 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെ അയ്യപ്പൻ ധർമ്മശാസ്താവിൽ ലയിച്ച് കുടുംബ പ്രതിഷ്ഠയാണ് ഇരിക്കുന്നത്. അയ്യപ്പൻ, പ്രഭ, സത്യകൻ ഇങ്ങനെയുള്ള പ്രതിഷ്ഠ ഈ കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനം, എള്ളുപായസം, എള്ളുവിളക്ക്, നെയ്വിളക്ക്, അറനാഴി പായസം, കടും പായസം ഇവയാണ്. എല്ലാ വർഷവും മീനമാസത്തിൽ കൊടി കയറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി ഉത്സവം 6 ദിവസത്തെ പരിപാടിയോടുകൂടി സമാപിക്കുന്നതാണ്. ഉത്രം ആറാട്ടാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് കൊണ്ടാടുന്നത്. ഈ ക്ഷേത്രം മുൻകാലത്ത് 5 കുടുംബക്കാരുടെ ആധിപത്യത്തിലായിരുന്നു. കുന്നംപുറത്ത്, പള്ളിപ്പുറത്ത്, തെങ്ങനാൽ, തെക്കനോടിയിൽ, ആമിക്കാട്ട് ഇങ്ങനെ 5 കുടുംബക്കാരായിരുന്നു ഇതിൻ്റെ ഊരാൺമ സ്ഥാനത്ത് ഇരുന്ന ആളുകൾ. ഇവരിൽ നിന്ന് എങ്ങനെയോ ഇടക്കാലത്ത് വടക്കുംമനക്കൽ ആയിട്ട് ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചരിത്രം പറയുന്നുണ്ട്. കാക്കൂരുള്ളത് അല്ലേ, കാക്കൂരുള്ള വടക്കുംമന. എന്നാൽ ഇപ്പോൾ ഇത് കൊണ്ടാട് 174 നമ്പർ NSS കരയോഗത്തിൻ്റെ അധീനതയിലാണ് ഈ അമ്പലം. അമ്പലത്തിലെ ഭരണം കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സജീവമായിട്ടുള്ള കമ്മിറ്റിക്കാരുടെയും പിന്നെ പൊതുയോഗങ്ങളുടെയും ശ്രദ്ധ ഏത് സമയത്തും അമ്പലത്തിലുണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച ദിവസമാണ് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം. അന്ന് ഒരു 100-150 നീരാഞ്ജനം നടത്താറുണ്ട്. അതുപോലെ തന്നെ ആളുകൾ ധാരാളമായിട്ട് വഴിപാടും നടത്താറുണ്ട്. ശാസ്താവിന് പ്രാധാന്യമുള്ള ദിവസമാണ് ശനിയാഴ്ച. എല്ലാ 2ാം ശനിയാഴ്ചയും ശനിദോഷ നിവാരണ പൂജ നടത്താറുണ്ട്.
അതുപോലെ തന്നെ 41 ദിവസത്തെ കളവെഴുത്തും പാട്ട്, അതിനും ഇവിടെ പ്രത്യേകതയുണ്ട്. 41 ദിവസം സാധാരണ വേട്ടയ്ക്കൊരു മകൻ സമ്പ്രദായത്തിൽ കളമെഴുതി 42ാമത്തെ ദിവസം പ്രഭയോടും സത്യനോടും കൂടിയിട്ട് 3 കളമാണ് എഴുതുക. അത് വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഒരു ആചാരം തന്നെയാണ് ഇവിടുത്തെ. അതുകൂടാതെ ഈ വൃശ്ചികം 1 തുടങ്ങിയാൽ 60 ദിവസമാണ് കളവെഴുത്തും പാട്ടും ഇവിടെ അധികാരപ്പെട്ടവർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് നീരാഞ്ജനം, എള്ളുപായസം, ശാസ്ത്രസൂക്താർച്ചന ഇവയാണ്. ഇവിടുത്തെ ആട്ടവിശേഷം ഉത്സവം മീനത്തിൽ ഉത്രം തീരുന്ന കണക്കിനായിരിക്കും. കോട്ടയം ജില്ലയിൽ രാമപുരം അമ്പലം ജംഗ്ഷനിൽ നിന്നും ഉഴവൂർ റൂട്ടിൽ 1 കിലോമീറ്റർ വന്നാൽ കൊണ്ടാട് കവലയിലേക്ക് എത്തും. അവിടെ നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ ചക്കാമ്പുഴ റൂട്ടിൽ വന്നാൽ കൊണ്ടാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. ശനിയുടെ ദോഷം ബാധിക്കാതെ നല്ലൊരു ഐശ്വര്യപൂർണമായ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് വേണ്ടി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് കൊണ്ടാട് ശ്രീ ശാസ്താവിൻ്റെ പടിയിറങ്ങാം. അടുത്തയാഴ്ച മറ്റൊരു ക്ഷേത്രവും അവിടുത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രയാ